നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ. ഇവിടെ ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദനാൽ വിരചിതമായ ശ്രീമൻ നാരായണീയത്തിലെ നരസിംഹാവതാരമെന്ന 25ാമത്തെ ദശകത്തിലെ 4ാമത്തെ ശ്ലോകം നാം ചർച്ച ചെയ്യുന്നു. പ്രിയമുള്ള പ്രേക്ഷകർ, ശ്ലോകം ശ്രദ്ധിക്കുക. ശാർദൂല വിക്രീഡ വൃത്തമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അത്യന്തം കഠിനമായ ശ്ലോകങ്ങളാണ് നരസിംഹാവതാരത്തിലെ ഓരോ ശ്ലോകങ്ങളും. ആദ്യത്തെ ശ്ലോകം തന്നെ സ്തംഭേ ഘട്ടയോതോ എന്ന് ആരംഭിക്കുന്ന ശ്ലോകം തന്നെ അത്യന്തം കഠിനമാണ്. ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, എൻ്റെ ഈ വലിയ യജ്ഞത്തെ പ്രോത്സാഹിപ്പിക്കുക. വലിയ ബുദ്ധിമുട്ടുണ്ട് ഈ ശ്ലോകങ്ങൾ ഓരോന്നും വ്യാഖ്യാനിച്ച് വരുവാൻ. അത്യന്തം മഹത്തരങ്ങളായ ശ്ലോകങ്ങളാണ്. എനിക്ക് തോന്നുന്നു വ്യാഖ്യാനമല്ല പ്രശ്നം, ഇത് ചൊല്ലി തീർക്കുക എന്നത് വലിയൊരു ദൗത്യം തന്നെയാണ്. സമസ്ത പദങ്ങളാണ് ശ്ലോകത്തിൽ മുഴുവൻ. ഏതായാലും പ്രിയമുള്ള പ്രേക്ഷക, ശ്ലോകം ശ്രദ്ധിക്കുക. ഉത്സർപ്പൽ വലിഭംഗഭീഷണഹനു ഹ്രസ്വസ്ഥവീയസ്ഥരഗ്രീവം പീവരദോ ശതോദ്ഗതനഖ ക്രൂരാംശു ദൂരോൽബണം വ്യോമോല്ലംഘിഘനാഘനോപമ ഘനപ്രധ്വാന നിർധാവിത സ്പർദ്ധാലുപ്രകരം നമാമി ഭവതസ്ഥൻ നാരസിംഹം ബഭുഃ. പദച്ഛേദം ശ്രദ്ധിക്കുക. ഉത്സർപ്പൽ വലിഭഗ്ന ഭീഷണഹനു ഹ്രസ്വസ്ഥവീയസ്ഥരഗ്രീവം പീവരദോ ശതോദ്ഗതനഖ ക്രൂരാംശു ദൂരോൽബണം വ്യോമോല്ലംഘി ഘനാഘനോപമ ഘനപ്രധ്വാന നിർധാവിത സ്പർദ്ധാലുപ്രകരം നമാമി ഭവതഃ തത് നാരസിംഹം ബഭുഃ. അടുത്തതായി പ്രസ്തുത ശ്ലോകത്തിന് അന്വയം ശ്രദ്ധിക്കുക. ഉത്സർപ്പൽ വലിഭഗ്ന ഭീഷണഹനു ഹ്രസ്വസ്ഥവീയസ്ഥരഗ്രീവം പീവരദോ ശതോദ്ഗതനഖ ക്രൂരാംശു ദൂരോൽബണം വ്യോമോല്ലംഘി ഘനാഘനോപമ ഘനപ്രധ്വാന നിർധാവിത സ്പർദ്ധാലുപ്രകരം ഭവതഃ തത് നാരസിംഹം ബഭുഃ അഹം നമാമി. അടുത്തതായി പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. ഗർജിക്കുമ്പോൾ മേൽപോട്ടു ചുളിയുന്ന അടയാളങ്ങൾ മൂലം ഭയപ്പെടുത്തുന്ന കപോലത്തോടും ഹ്രസ്വവും അതിസ്ഥൂലവുമായ കഴുത്തോടും തടിച്ച കരശതങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന നഖങ്ങളുടെ ക്രൂരരശ്മികളാൽ ഭയത്തെ ജനിപ്പിക്കുന്നതും ആകാശം മുട്ടുന്ന ശരീരത്തോടും ഇടിവെട്ടും പോലെ ഭീതിതമായ ശബ്ദത്താൽ പലായനം ചെയ്യപ്പെട്ട ശത്രുപക്ഷത്താലും ശോഭ പൂണ്ട ജ്വലിക്കുന്ന അങ്ങയുടെ ഈ നരസിംഹരൂപത്തെ ഞാൻ നമിക്കുന്നു എന്ന് ശ്ലോകത്തിൻ്റെ സാരം. നമസ്തേ.